ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്, പലാസകൾ 60 രൂപ മുതൽ, കോട്ടൺ മുണ്ടുകളും കോട്ടൺ മാക്സികളും 99 രൂപ മുതൽ, 540 രൂപ വിലയുള്ള കുട്ടികളുടെ ഉടുപ്പുകൾ 100 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് സിംഗിൾ കോട്ട് 80 രൂപ, ഡബിൾ കോട്ട് 120 രൂപ, വലിയ ഷർട്ടുകൾക്ക് 100 രൂപ, പാൻസും 100 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 04884232 ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ DCC സെക്രട്ടറി കെ അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും ശക്തരായ, ഏറ്റവും ഇന്റലിജന്റായി പ്രവർത്തിച്ച രാഷ്ട്ര നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ 1932 ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം കൗൺസിൽ ബിരുദാനന്തര ബിരുദം നേടിയതിന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിന്റെ കൺസൾട്ടൻ്റായിട്ടാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അതിനുശേഷം നിരവധി തലങ്ങളിൽ നമുക്കറിയാം, ലളിത് മിശ്ര ഇന്ത്യയുടെ വ്യവസായ മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉപദേശകനായിട്ട് മൻമോഹൻ സിംഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത്. ആ അദ്ദേഹത്തിൻ്റെ പദവിയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനമാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി അദ്ദേഹത്തെ നിയമിക്കാൻ അന്ന് തീരുമാനിച്ചത്. CPIM ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് നിത്യ സാഗർ, DCC സെക്രട്ടറി സാഹിദ റഹ്മാൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ആക്സ് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, CPI ലോക്കൽ സെക്രട്ടറി MA വേലായുധൻ, CPM ലോക്കൽ സെക്രട്ടറി MJ ബിനോയ്, KT ജോയി, AS ഹംസ, അഡ്വക്കേറ്റ് മനോജ് ചിറ്റലപ്പള്ളി, PN ഗോകുലൻ, TP ഗിരീശൻ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. ഒരു കാലഘട്ടത്തിൽ മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന മാതൃക അമേരിക്ക, സോഷ്യലിസത്തിന്റെ ഏറ്റവും ഉയർന്ന മാതൃക റഷ്യ. അതുപോലെ ലോകത്തിന്റെ മുമ്പിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക ഇന്ത്യ എന്നൊരു പേരുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച പഞ്ചവത്സര പദ്ധതികൾ, സാമ്പത്തിക ആസൂത്രണം, പൊതുമേഖല ഇവയെ സംബന്ധിച്ചൊക്കെ കേട്ടാൽ ആകൃഷ്ടനായ നെഹ്റു അവയെല്ലാം തന്നെ ഇന്ത്യയിൽ അപ്പാടെ നടപ്പിലാക്കുകയാണ് ചെയ്തത്. സുശക്തമായ പൊതുമേഖല, സാമ്പത്തിക ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ അതൊക്കെ പരിപാടിയായി നടപ്പിലാക്കുന്നത് ഒരു നെഹ്റുവിയൻ മാതൃക എന്നാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഗതി, ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കി വന്നപ്പോൾ ഏറെക്കുറെ 100% IMFും ലോകബാങ്കും ഒക്കെ നിർദ്ദേശിച്ച ഉരുപ്പടികൾ ഏറെക്കുറെ അതേപടിയാണ് നടപ്പിലാക്കിയത്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നവരിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും ഉന്നതിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, മഹാനായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. 91 മുതൽ അദ്ദേഹം ധനമന്ത്രിയായും കേന്ദ്ര ധനമന്ത്രിയായും, പിന്നീട് 2004 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കരണങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രത്യേക സാമ്പത്തിക സ്ഥിതി, പ്രത്യേക സാഹചര്യത്തിൽ ധനമന്ത്രിയാവുകയും പിന്നീട് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഒരു മാറ്റമുണ്ടാക്കുന്നതിനുള്ള പരിശ്രമം നടത്തിയ ഒരു മഹാനാണ് മൻമോഹൻ സിംഗ്. പല പദവികളിലായിട്ട് നമ്മുടെ രാജ്യത്തും പലതരത്തിലുള്ള സേവനങ്ങളാണ്
അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇവിടെ പലരും സൂചിപ്പിച്ചു അത് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായിട്ടുണ്ട്. 92-ൽ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ വന്ന ഗവൺമെൻറ്റിൽ ധനമന്ത്രിയായി വന്ന ആ സമയത്താണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ ഇക്കണോമിക് റീഫോംസ്, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പകാലം വളരെ ദുഷ്കരമായിരുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ ആ വെളിച്ചത്തിലാണ് അദ്ദേഹം പഠിച്ചതും വളർന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വളരെയധികം മങ്ങിയത് എന്നുള്ളതാണ്. അന്ന് അനുഭവിച്ച അല്ലെങ്കിൽ അന്ന് അത്രയധികം വായിച്ച റാങ്കോട് കൂടിയിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസം. VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.